പല ആൾക്കാരും നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ബോധമുള്ളപ്പോഴേ ഉണ്ടാകത്തുള്ളൂ. വന്ന് നോക്കും, കണ്ണ് ബോധം ഉണ്ടോ ഇല്ലെന്ന് നോക്കും. ബോധം ഇല്ലെങ്കിൽ അവർ സ്കൂട്ടാവും. നമ്മളറിയത്തില്ലല്ലോ, നമ്മൾ വന്നതും അറിയത്തില്ല. ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോഴേ ബോധമില്ലെങ്കിലേ നമുക്കൊരു ചെറിയ ഇച്ഛാഭംഗമാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടിയും പിടിച്ച് വന്നിട്ട് ഈ സാധനത്തിന് ബോധമില്ലല്ലോ, ഞാൻ വന്നതുപോലും അറിയത്തില്ലല്ലോ. ബോധം വരുമ്പോൾ പറഞ്ഞേക്കണേ ഞാൻ വന്നെന്ന് ഇല്ലേ? അടുത്ത് നിൽക്കണേ ബൈസ്റ്റാൻഡറോട് പറയവേ, ഇച്ചായന് ബോധം വരുമ്പോൾ പറഞ്ഞേക്കണേ ഞാൻ വന്നെന്ന് പറഞ്ഞേക്കണേ. ഇപ്പം ഞാൻ വന്നു എന്നുള്ളതിന് ഇയാൾക്ക് എന്താ വേണ്ടത്? ബോധം വേണം. ബോധമില്ലെങ്കിൽ നമ്മൾ വണ്ടി സ്കൂട്ടാവും, നമ്മളുണ്ടാകത്തില്ല. മനുഷ്യന്മാരുടെ എല്ലാ ബന്ധുവും അങ്ങനെയാണ്. പക്ഷെ നിൻ്റെ ദൈവം നിനക്ക് ബോധമില്ലെങ്കിലും നിൻ്റെ കൂടെ ഉണ്ടാവും. കൈയടിച്ചു ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ. എല്ലാ ജീവിതാവസ്ഥകളിലും കൂടെ നിൽക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്ക് ബോധമില്ലെങ്കിലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനൊരു സാക്ഷ്യം ഉണ്ടായി. അത് മെജോ എന്ന് പറയും, നല്ല സാക്ഷ്യമാണ്. മെജോ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ബോംബെ പോയി. അപ്പോൾ രണ്ടാം നിലയിൽ നിന്ന് മെജോ ആ വീട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തലചുറ്റി രണ്ടാം നിലയിൽ നിന്ന് ആൾ താഴെ പോയി. താഴെ വീണിട്ട് കണ്ണ് തെറിച്ചു പോയി, കൈ ഊരിപ്പോയി, വലതുവശം മൊത്തം തളർന്നു പോയി, മുട്ട 8 പൊട്ടി, കാലും കൈയുമൊക്കെ ഒടിഞ്ഞ്, തല കുടുങ്ങി, ഒരു ചോരക്കട്ടയായിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ ശവമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരകൃതം പിടിച്ച് കട്ടിലിട്ട് മാറ്റി. കാര്യം ഡെഡ് ബോഡിയാണല്ലോ വന്നിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പൾസ് വന്ന്, അപ്പോൾ ഉടനെ ഇവരെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി പരിശോധിച്ച് അകത്തിന് എന്തുമാത്രം കുഴപ്പമുണ്ടെന്ന് അറിയത്തില്ലല്ലോ, പുറത്തിത്തരം കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആൾ മരിച്ചതിന് തുല്യമാണ്. പക്ഷേ ഇതെല്ലാം കണക്ക് കൂട്ടി തല പൊട്ടിയതും കൈ ഒടിഞ്ഞതും മുട്ട് ചെട്ട തെറിച്ചതും അതുപോലെ തന്നെ കണ്ണ് തെറിച്ച് പോയതും മോളിൽ നിന്ന് വീഴുകയല്ലേ പടഞ്ഞ്, ഇതെല്ലാം ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് 24 ലക്ഷം രൂപയുടെ ബില്ല് വന്നു. ഇയാളെ തൊടണമെങ്കിൽ 24 ലക്ഷം രൂപ വേണം. അപ്പോൾ ഇയാൾക്ക് ബോധമില്ല, ഡെഡ് ബോഡി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ 24 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അവർ ഇയാളെ കൊണ്ടുപോകും, അതാണ് പ്രശ്നം. അപ്പോൾ ഒരു നേഴ്സ് അവിടെ വന്നിച്ചും ഈ വ്യക്തിയുടെ കൊണ്ടുവന്നവരോട് പറഞ്ഞ് 24 ലക്ഷം രൂപ വേണ്ടി വരുമെന്നാണ് കണക്ക്. പക്ഷേ പേടിക്കണ്ട, എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടാൽ മതി, എൻ്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാം ആശുപത്രി. അപ്പോൾ 10 ലക്ഷം ഇളവ് കിട്ടും. ആര്? ഇയാൾക്ക് ബോധമില്ലേ? ബോധമില്ലാത്ത ഡെഡ് ബോഡിക്ക് 10 ലക്ഷം ഇളവ് കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ദൈവം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തിന് നന്ദി പറയുന്നു. ഈ പാട്ട് പാടിയപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നെ കരുതുന്നതിനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചില്ലേ, നിങ്ങൾക്കത് പാട്ടാണെന്ന്. പാട്ടല്ല, അതൊരു ജീവിതമാണ്. എനിക്കായി കരുതുന്നവൻ, നമുക്ക് ബോധമില്ലെങ്കിലും കരുതുന്നവനാണ്. ഒരു ബന്ധവും പരിചയവും വേണ്ട ദൈവത്തിൽ നിന്നെ കരുതാൻ. ഈ നേഴ്സ് പറഞ്ഞു എൻ്റെ ബ്രദറാണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബ്രദറാണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ പെങ്ങന്മാരെന്നൊക്കെ പറയണത് ഒരു ഒന്നൊന്നര സംഭവമാണ്. ഒത്തു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. അതായത് പെങ്ങൾക്ക് ഉടനെ അവൾ ഓടി അവൻ്റെ റിപ്പോർട്ടും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നു.
മാതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ട് മാതാവിൻ്റെ റിപ്പോർട്ട് കാണിച്ച് എന്ന് വെച്ചു. അമ്മ പോകണം, അമ്മ പോകാതെ വേറൊരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. എന്നെ കണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, അങ്ങനെയൊന്നും സാക്ഷ്യത്തിൽ പറയണില്ല. റിപ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. അവൾ കാണിച്ചതാണോ സാധാരണ ഞാനാണ് കൊണ്ടുവന്ന് റിപ്പോർട്ട് കാണിക്കണം മാതാവിൻ്റെ അടുത്ത്. അപ്പം എന്നെ ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് എന്നോട് പറഞ്ഞത് അങ്ങനെ അക്യൂട്ട് കേസൊക്കെ നേരിട്ട് കൊണ്ടുവന്ന് ആൾത്താരെ കയറാൻ പണ്ട് ആൾക്കാർ കയറുമായിരുന്നു. അപ്പോൾ പുതിയ ആൾത്താർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾത്താര അകത്ത് കയറുന്നവർ പണ്ട് കയറുന്നവർ ഒരു ഭവ്യതയും ഭക്തിയും ഇല്ലാതെയാണ് വഴിയെ പോകുന്നവരെല്ലാം അകത്ത് കയറുമായിരുന്നു, ഈ ആൾത്താരെ കയറുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സങ്കടകരമായൊരവസ്ഥയായിരുന്നത്. അപ്പോൾ പുതിയ ആൾത്താര ഡിസൈൻ ചെയ്തപ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ആൾത്താരെ കയറത്തുള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ജനങ്ങളുടെ ഏറ്റവും മോശമായിട്ടുള്ള കണ്ടീഷനുള്ള കാര്യങ്ങളെല്ലാം മൊത്തം രേഖ കൊണ്ടുവന്ന് അമ്മയെടുത്ത് കൊടുക്കും. അതെനിക്ക് അന്ന് അമ്മ തന്നൊരു നോട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടത്. അപ്പോൾ അങ്ങനെ എന്തോ അവർ കാണിച്ചതോ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തോ എന്തോ റിപ്പോർട്ട് അമ്മയെ കാണിച്ച് രാത്രി ആശുപത്രിയിൽ ഒരു സംഭവം നടന്നു. ഈ ബോധമില്ലാത്ത രക്തത്തട്ട് കിടക്കുന്ന ആളിൻ്റെ. അപ്പോൾ ചികിത്സ തുടങ്ങിയിട്ടില്ല, ഡയഗ്നോസിസ് ആയിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർമാർക്കൊരു ഐഡിയ വരുന്നേ ഉള്ളൂ. അന്ന് ഒരച്ഛൻ, ഞാനാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരച്ഛൻ ഈ ഡെഡ് ബോഡിയുടെ അടുത്ത് പോയി കിടക്കുന്ന വ്യക്തി എടുത്ത് രാത്രി വരും. സ്വപ്നമാണ്, അയാളുടെ സ്വപ്നമാണ്, ഈ മരവിച്ച് കിടക്കുന്ന ആളിൻ്റെ സ്വപ്നമാണ്. ഒരച്ഛൻ വന്നിട്ടും പറയും, നിൻ്റെ രോഗം തീർന്നിരിക്കുകയാണ്, നിനക്കിപ്പോൾ ബോധം വരുമെന്ന് പറയും. ഉടനെ ആ മനുഷ്യന് രാവിലെ ബോധം വരും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ബെജോയുടെ സാക്ഷ്യം, ഈ ബോധം വന്ന് കഴിയുമ്പോൾ ഇയാൾ എഴുന്നേൽക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകണത്. ഇങ്ങനെ അകപ്പെട്ടൊന്നും ഇത്രയും ഇഞ്ചുറീസ് ഉണ്ടെന്നും തൻ്റെ പാർട്സുകൾ പലതും ഇല്ലെന്നും ഒക്കെ മനസ്സിലായതും പലരും ചിതറിപ്പോയെന്നും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോകണമെന്നൊക്കെ മനസ്സിലായി ബോധം വരും. ബോധം വരുമ്പോൾ ആ കിട്ടിയ ബോധത്തിന് അയാളുടെ ഇൻഷുറൻസിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം അയാൾ കുറിച്ച് ഡോക്ടറിന് കൊടുക്കും. പിന്നെ വന്ന ഡോക്ടറിന് അയാളുടെ ഇൻഷുറൻസ്, കാരണം ഇയാൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ആളാണ്, സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള ആളാണ്. അതിൽ നിന്നൊരു 8 ലക്ഷം രൂപ. അപ്പോൾ ഡോക്ടർ വാവിളിച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയുന്ന ഒരു ഓർമ്മയിൽ പറയണതല്ലേ, ഈ ഓർമ്മയിൽ പറയണ കാര്യങ്ങളുടെ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പോയി അന്വേഷിക്കണ്ടേ. അപ്പോൾ ഡോക്ടർ അന്വേഷിച്ചപ്പോൾ കറക്റ്റാണ്, ഈ 8 ലക്ഷം രൂപയുടെ ഉണ്ട്. അപ്പോൾ 10 വട്ടം 18 ലക്ഷം രൂപ കിട്ടി. നോക്കിയേ, അതായത് നിന്നെ കരുതുന്ന കർത്താവ് നിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ കർത്താവ് കരുതിയിട്ട് പിന്നെ എന്തായാലും പെടസ്ഥലി താഴെ വീഴണമെന്ന്. താഴെ ഞാനും വീഴും, നിങ്ങളും വീഴും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വീടെടുക്കാൻ പോയാലും കാറെടുക്കാൻ പോയാലും അത് നമുക്ക് ആൾ കളിക്കാനാണോ മറ്റുള്ള മുമ്പിൽ നമ്മൾ വലിയ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരുടെ അടിച്ചേൽപ്പിക്കാനാണോ ലോകാരൂപിയാണോ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുമോ? വില്ല് ഓഫ് ഗോഡ് നോക്കണം. അതിന് അതാണ് വില്ല് ഓഫ് ഗോഡ് നോക്കണത്. വില്ല് ഓഫ് ഗോഡ് നോക്കത്തില്ല. നോക്കണേ എന്താ, നോക്കിയാൽ അവൻ്റെ ആ വിഷ്വലായിട്ടുള്ള അവൻ്റെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ എതിരായിരിക്കും വരാൻ പോണത്. എതിരായിരിക്കും വരാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുന്നു. ഇവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ചില കല്യാണമൊക്കെ മകന് ചില കല്യാണമൊക്കെ ഒപ്പിച്ച് വെച്ചും യൂറോപ്പിലുള്ള നേഴ്സിനെ കല്യാണം ഒപ്പിച്ച് വെച്ചും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവരുടെയും പറയും ഇവരുടെയും പറയും ഒക്കെ പറഞ്ഞിട്ടും, പക്ഷെ അവർ ഉദ്ദേശിക്കണത് ഞാൻ മെസ്സേജ് എടുക്കണമെന്ന് അവർക്ക് പറയത്തില്ല. അവർ വേറെ പല കാര്യങ്ങളൊക്കെ ആട് പ്രസവിക്കണതിനും പശു പ്രസവിക്കണതിനും പണ്ട് മെസ്സേജ് എടുത്ത പാർട്ടിയാണ്. ഇപ്പം മകളുടെ കല്യാണത്തിന് മെസ്സേജ് എടുക്കേണ്ട, മകൻ്റെ കല്യാണത്തിന് മെസ്സേജ് എടുക്കേണ്ട. എന്താണ്, അവൾ നേഴ്സാണ്, അവിടെ 3 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അപ്പോൾ 3 ലക്ഷം രൂപ ശമ്പളം ഉള്ളത് കൊണ്ട് അതിന് മെസ്സേജ് വേണ്ട. ദൈവം എങ്ങാനും കയറി വട്ടം ചവിട്ടിയാൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം വരുന്നത്. ഇത് പൂർണ്ണ ഹൃദയത്തോടെ അല്ല സംഭവം. നമ്മൾ മെസ്സേജ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതമാണോ, അതാണ് പൂർണ്ണ ഹൃദയം എന്ന് പറയുന്നത്. പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് ദൈവഹിതമാണോ. ചിലരൊക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേർ വരെ വന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഞെട്ടിപ്പോകും. എന്താ കാര്യം? ഇത് ദൈവഹിതമാണെന്ന് നോക്കാൻ, ഇത് സംഭവം ഓക്കെയാണ്, പക്ഷേ ദൈവഹിതമാണെന്ന് നോക്കാൻ പറയും. ആ ദൈവഹിതമാണെന്ന് നോക്കും. അവർക്ക് പ്രാർത്ഥിച്ചാൽ തന്നെ അവർക്ക് സത്യസന്ധമായ വിശ്വാസ ജീവിതമാണെങ്കിൽ അവർക്ക് അടയാളം കിട്ടും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഇവിടം വരെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ എത്തിയതിൻ്റെ പിന്നിൽ എത്രയോ ധീരമായ ചുവടുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മനസ്സിൽ ഇവിടെ കൊണ്ടുവന്ന് കൃപാസനം സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ അഖണ്ഡ ജപമാനം 1000 മണി ജപമാനം ചൊല്ലണമെന്നും
ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയ ആ വിഷയത്തിൽ ദൈവഹിതമാണെന്ന് ആന്തരികമായ ബോധ്യം കിട്ടിയത് കൊണ്ട് ഞാനങ്ങനെ ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുമ്പോഴെല്ലാം ഒരിക്കലും പരാജയമില്ലാതെ ദൈവം ഇങ്ങനെ കൂടെ നിന്നുകൊണ്ട് 10,000 സുഖപ്പെടുത്തി ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷയെ ദൈവം സ്ഥിരീകരിക്കും അടയാളം കൊണ്ട്. അപ്പം അതുകൊണ്ട് നിൻ്റെ ജീവിതം ദൈവത്താൽ സ്ഥിരീകരിക്കപ്പെടുന്നതാകാൻ വേണ്ടി ആണ് നമ്മൾ ദൈവഹിതം പരിശോധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയമാണത് അവിടെ വരണത്. പൂർണ്ണ ഹൃദയം എന്ന് വെച്ചാൽ വരുമ്പോൾ ദൈവഹിതത്തിന് അടയാളമൊക്കെ വരും. അങ്ങനെ അത്ഭുതം ഉണ്ടാകുന്നത്. അതായത് അടയാളം ഹെസയ്യാ രാജാവ് ഭിത്തിക്ക് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ അടുത്ത് നിൽപ്പുണ്ട്. പെട്ടെന്ന് ഇടിമിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി ധരിച്ചിട്ട് അയാൾ പറയും, അതായത് അഹാബിൻ്റെ സൂര്യഘടികാരം 10 ചുവട് പുറകോട്ട് അതിൻ്റെ നിഴൽ വീശണത് നീ കാണും, അതാണ് അടയാളം. അപ്പോൾ 15 കൊല്ലം ഞാൻ ഇവന് ആയുസ് ദീർഘിപ്പിച്ച് കൊടുക്കുമെന്ന്. അപ്പോൾ ആയുസ് ദീർഘത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന അടയാളം എന്താണ്? നമുക്കറിയാം, സൂര്യകരിയാടം നിഴൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൂചി ഇടത്തോട്ട് വന്നിട്ട് ആ കാലം കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷേ അത് അത്ഭുതം അടയാളമാണ്. അപ്പം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അന്നും ഇന്നും എന്നും അടയാളമുണ്ട്. ഈ മനുഷ്യൻ്റെ ഓപ്പറേഷൻ, മെജോയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പം എല്ലാവരും, അതായത് മുഖമൊക്കെ ഒടിഞ്ഞിരിക്കണല്ല, മുഖമെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്, കൈ ഊരിയിരിക്കുകയാണ്, മുട്ട് 8 പൊട്ടിയിട്ടുണ്ട്, കണ്ണ് തെറിച്ച് പോയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ രാത്രി അച്ഛൻ ഇയാളെ കണ്ട ദിവസം തന്നെ രാവിലെ ഇയാൾ ഛർദ്ദിക്കാൻ തുടങ്ങി എന്താണ്? ഇയാളുടെ വയറ്റിൽ കിടക്കുന്ന ബ്ലഡ് മുഴുവനും ചങ്കിലെ ബ്ലഡെല്ലാം വയറ്റിൽ കിടക്കുകയാണ്. ആ വയറ്റിലെ ബ്ലഡെല്ലാം ഛർദ്ദിച്ചു പോയി. ഡോക്ടർമാർക്ക് പോലും മനസ്സിലായില്ല. ഈ ബ്ലഡ് അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് ശരിക്കും ഈ ഇൻഫെക്ഷൻ വന്ന് കിടക്കുന്നത് വയറ്റിൽ. എല്ലാം ടോട്ടൽ സിസ്റ്റം കൊളാപ്ഷൻ ആയിരിക്കുകയാണ് അവിടെ എല്ലാം. പക്ഷേ പെട്ടെന്ന് നമ്മൾ ഒരു മെഡിക്കേഷനും ഇല്ലാതെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോക്ടർമാരുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് വയറ്റിൽ കിടന്നിരുന്ന ബ്ലഡ് പുറത്ത് ചാടി. അത് ദൈവം ചാടിച്ചതാണ്. ഏറ്റവും വലിയ നേഴ്സ്, ഏറ്റവും വലിയ ഡോക്ടർ ദൈവമാണ്. കാര്യം അത്രയും നേരം ചികിത്സിച്ചിട്ട് ഇയാളെ ടെസ്റ്റ് ചെയ്തേരം കണ്ടുപിടിക്കാഞ്ഞ രക്തം എവിടെയാണ് രക്തം പോയി കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ പോയി കിടക്കുന്ന സംഭവം. ആ സാധനത്തിന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് ചടിക്കും. അപ്പം തന്നെ ഈ മനുഷ്യൻ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്ന രീതിയായി. നമുക്കറിയാമല്ലോ, വയർ പേരത്ത് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് നേരെ വരികയില്ല, നമ്മൾ ആൾ ഓക്കെ ആയി വരുന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇയാളെ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മുഖമൊക്കെ പൊട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ ഡോക്ടർ ഇവരാണെങ്കിൽ, ഈ പെങ്ങളാണെങ്കിൽ ആങ്ങളൊക്കെ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് നിരന്തരം പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലമൊക്കെ കൊടുത്തു വിടുകയാണ് ബോംബെക്ക് ആശുപത്രിയിലോട്ട്. അതെല്ലാം പെരട്ടിയാണ് ഇങ്ങനെ ഈ പ്രാർത്ഥിച്ച് ഇതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം മുഖമെല്ലാം ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ ഭയങ്കര പേടിയാണ്. അതായത് ഈ മനുഷ്യൻ്റെ ലക്ഷണം മാറിപ്പോകും. പക്ഷേ അയാളെന്താ പറഞ്ഞത്, ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മുട്ടിൻ്റെ ചിരട്ടയെല്ലാം കറക്റ്റ് ചെയ്ത് കൈയെല്ലാം ഓക്കെയാക്കി ഈ മനുഷ്യൻ ഒരു വീൽ ചെയറിൽ പോയി ക്രിസ്മസ് കുർബാന കണ്ട്, പിന്നെ വടിയും പിടിച്ച് പോയി ഈ പ്രാർത്ഥനകൾ കൂടാൻ തുടങ്ങി. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണാടി നോക്കിയപ്പോൾ പറയണേ, എൻ്റെ പഴയ മുഖത്തേക്ക് ഞാൻ സുന്ദരനായിരിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിളിക്കണമെന്ന് ചോദിച്ചു. പിന്നെ ഇയാളെ മുഴുവനും ഇവിടെ നാട്ടിൽ കണ്ണൂർ വന്നതിന് ശേഷം പിന്നെ കൃപാസനത്തിൽ വന്നും പോയി നിൽക്കുക. അപ്പോൾ ആൾക്കാർ ചോദിക്കും, നീ എപ്പോഴും ആലപ്പുഴ ഓർഡർ ഉണ്ടല്ലോ, നിനക്ക് എന്നാ കിട്ടണതെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് എന്നെ തന്നെ കിട്ടിയതാണെന്ന് പറയും. ആ മനുഷ്യ സാക്ഷി നല്ല രസമാണ് കേൾക്കാൻ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇപ്പം അയാളും വൈഫും കൂടി അയർലൻഡിലോട്ട് പോവുകയാണ്. അതാണ് സംഭവം. നമ്മൾ ഈ കഥ കേട്ടോണ്ടുന്ന സമയത്ത് നിങ്ങളെന്ത് വിചാരിച്ചു? അവരുടെ ജീവിതം തീർന്നെന്ന് വിചാരിച്ചു. ശവമായെന്ന് പറഞ്ഞ മനുഷ്യനെ
ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി വിസ റെഡിയായി, രണ്ടുപേരും കൂടി ഈ ആഴ്ച അയർലൻഡിലോട്ട് പോവുകയാണ്. ദൈവത്തിന് നിന്റെ ജീവിതം പുനരുദ്ധരിച്ചെടുക്കാൻ സെക്കൻഡുകൾ മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ദിവ്യകാരുണ്യത്തിന് അപ്പോൾ നിന്റെ ആയുസ്സിൻ്റെ നിഴല് കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ചു തരാൻ കർത്താവിന് കഴിയോ? അതുകൊണ്ടാണ് അച്ഛൻ പറയണത്, ഉടമ്പടി അതിൻ്റെ സാധ്യത എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ഉടമ്പടിയുടെ സാധ്യത എന്താണെന്ന് ഇപ്പം കണ്ണൊക്കെ പറയാൻ എന്താണ്, അത് നിത്യതയുടെ താക്കോലാണെന്നൊക്കെ അവർ പറയുന്നത്. ജ്ഞാനസ്ഥാനപ്പെടാത്ത ആൾക്കാരാണ് അനുഭവത്തിൽ നിന്ന് നിത്യതയെക്കുറിച്ചൊക്കെ പറയണത്. എന്തോ ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ അതായത് ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് കേൾക്കണം. ഒരു കാലത്ത് കേൾക്കാത്ത ഉടമ്പടി അനുഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന മോളുടെ പേരെന്നായിരുന്നു, സിമി, തൃപ്പൂണിത്തറ. എന്നാ പരിപാടി, 3 പ്രാവശ്യം അവർക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നിട്ട് 3ാമത്തെ പ്രാവശ്യം അവർക്ക് അതാ പറഞ്ഞപ്പോൾ വിട്ടുപോയി അല്ലേ. ആ സിമിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചത്, 3ാമത്തെ ഈ പെൽവിക്കിലും അതുപോലെ തന്നെ തോളിലുമൊക്കെ മുഴയായി ക്യാൻസർ 3ാം പ്രാവശ്യം പടർന്നപ്പോൾ ഡോക്ടർ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവക്ക് ചങ്കിടിപ്പായി, ഇനി ആരും ഇല്ലല്ലോ പറയാനെന്ന്. അപ്പോൾ അവൾ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ടച്ചും പറയും, എനിക്ക് ജീവിക്കണം, എൻ്റെ ആയുസ് നീട്ടിത്തരണം. ഡോക്ടർ വരെ പറഞ്ഞ എന്താണ്, നമുക്ക് നോക്കി, ഇന്ന് വരെ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതിപ്പോൾ ശരിയാവും, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇപ്പോൾ പറയണത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ പറച്ചിലിൽ ഒരു ആത്മവിശ്വാസക്കുറവാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, മരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. അപ്പം മരുന്നുമില്ല, ഡോക്ടറുമില്ല, സയൻസുമില്ല, എൻ്റെ ജീവനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൈവിട്ട് വൈകിട്ട് പോണകയാണ്. പറഞ്ഞ് എനിക്ക് കണ്ണീരോടെ വന്നിട്ട് മാതാവിനോട് പറയാം, എനിക്ക് ജീവിക്കണം അമ്മയെന്ന് പറയും, എനിക്ക് ജീവിക്കണമെന്ന് പറയാം. അപ്പം ജീവിക്കണമെന്ന് പറഞ്ഞതിൽ കരഞ്ഞിട്ടാണ് പറയണത്. അപ്പോൾ എൻ്റെ അടുത്തും കൊണ്ടുവന്ന് അപേക്ഷ കടലാതെ തരും, ഇതാണ് എൻ്റെ അവസ്ഥ, ഡോക്ടർ നമുക്ക് നോക്കാമെന്ന് പറയണത്, എനിക്ക് ജീവിക്കണം അച്ഛൻ എന്ന് പറയും. ചെറുപ്പമല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പം അത് പിന്നെ രോഗമായിപ്പോയി. പിന്നെ ഇപ്പം എന്നാലും ആ വീട്ടുകാരെ ഞാൻ സമ്മതിച്ചേക്കാം. അവർ പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മയും ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ തങ്കപ്പെട്ട മനുഷ്യരാണ്. പക്ഷെ അവരിൻ്റെ കൂടെ നിൽക്കുകയല്ലേ, അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞതാണ്, ഇനി പ്രസവിക്കത്തില്ല. പക്ഷേ എന്നിട്ടും അമ്മായിയമ്മയും ആ വീട്ടുകാരും അവരുടെ കൂടെ നിൽക്കുകയാണ്. അതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മളിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. നമ്മൾക്ക് ഇന്ന് വരെ എൻ്റെ പൗരോഹിത്യം ഇപ്പോൾ 38 കൊല്ലമായി. ഞാനൊരു 21 ലക്ഷത്തെ ആൾക്കാരോടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ എളുപ്പം ആരെയാണെന്നറിയാവോ? ഞങ്ങൾ 0 ആയിപ്പോയി, ഇനി രക്ഷയില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്.
മറ്റുള്ളവർ ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കാശുണ്ട്, ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ സർജനുണ്ട്, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ആളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ദൈവം ഇരിക്കട്ടെ എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിച്ചാൽ റിട്ടേൺ അടിക്കും. എന്താ കാര്യം? ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവർ മസിലും പെരുപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കാൻ വന്നിരിക്കുകയല്ലേ. അഭ്യാസം കാണിക്കലല്ലേ ശരിക്കും പറഞ്ഞാൽ ആശ്രയിക്കിന് വേണ്ടത്. ഞാൻ ഇവളോട് എന്നെ പറഞ്ഞു, അച്ഛാ എനിക്ക് ജീവിക്കണം എന്ന് പറയുമ്പോൾ എന്നോട് ആയുസ്സിന് വേണ്ടി ദൈവത്തിൻ്റെ നാമത്തിൽ യാചിക്കുകയാണ്. ശരിക്കും ഞാൻ അങ്ങനെ തന്നെ മാതാവിനോട് പറഞ്ഞു അവൾക്ക് ജീവിക്കണമെന്ന് പറയും. ഇത് വെച്ചിട്ട് പറയാം. വേറെ എന്താ പറയണത്? അവിടെ വന്ന് ഇവിടെ സാഹിത്യം പറഞ്ഞ വല്ല ആവശ്യമുണ്ടോ? മനുഷ്യനെ അനുഭവിക്കുന്ന പ്രശ്നം അതുപോലെ അമ്മയോട് അവൾക്ക് ജീവിക്കണമെന്ന് പറയും. ചെറുപ്പമാണ്. അപ്പം എന്നോട് പറഞ്ഞത് പൗരോഹിത്യം പറയാൻ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, 38 വർഷമായി ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട്, നീ എൻ്റെ പൗരോഹിത്യം വിശ്വസിക്കുന്നുണ്ടോ അമ്മ ചോദിക്കണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അച്ഛാ എന്ന് പറയും. നീ ജീവിക്കുമെന്ന് പറയും. ശ്രുതികട്ടെ ഹല്ലേലൂയ. മഹത്വം മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എനിക്ക് കിട്ടിയ പൗരോഹിത്യത്തെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പാ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പട്ടക്കല്യാണത്തിൻ്റെ ദിവസം ഞാൻ എൻ്റെ കുർബാന ഉടുപ്പ് ഞാൻ തന്നെ ഡിസൈൻ കൊടുത്ത വരപ്പിച്ചത്. അതിൻ്റെ അകത്തൊരു കുഞ്ഞാടാണ് ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉടുപ്പ് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ നടുക്ക് കൂടി കുരിശു കുത്തി ഇറക്കിയിട്ട് കുഞ്ഞാട് പാപത്തിന് പരിഹാരം ചെയ്യുന്ന ഒരു കുഞ്ഞാടിൻ്റെ രൂപമാണ് എൻ്റെ കുർബാന ഉടുപ്പ് ഉണ്ടായിരുന്നത്. എൻ്റെ കുർബാനയുടെ ഉടുപ്പിൻ്റെ അവിടെ കത്തിൽ അച്ഛന്മാർക്ക് കൊടുത്തിരുന്ന നാട്ടുകാർക്ക് കൊടുത്തിരുന്ന കത്തിൻ്റെ ഒരു 2 ഫ്ലോപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫ്ലോപ്പിൻ്റെ ഫ്രണ്ടിലൊരു ഫ്ലോപ്പ്, രക്ഷിച്ചവന് തല കൊടുത്തു എന്നും പറഞ്ഞ് ഒരു ചെറിയ കഥയാണ്. രക്ഷിച്ചവന് തല കൊടുത്തു എന്ന് പറഞ്ഞു. എന്താ കാര്യം? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാഠമാണ്. ഞാൻ കർത്താവിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഞാൻ 2ാം ക്ലാസ്സിലെ പാഠം ഓർക്കും. എന്താ പാഠം എന്ന് വെച്ചാൽ, 2ാം ക്ലാസ്സിൽ ഒരു കർഷകൻ, നിങ്ങളും പഠിച്ചു കാണും ആ പാഠം. 2ാം ക്ലാസ്സിൽ പാഠത്തിലൊരു കഥയുണ്ടായിരുന്നു. ഒരു കർഷകൻ ഒരു ചപ്പകൂനയിൽ വന്ന് കുപ്പത്തൊട്ടി വന്ന് നോക്കുമ്പോൾ ഒരു വാഴ വിത്ത് അവിടെ ഇങ്ങനെ ചെതലരിച്ച് കിടക്കണ കണ്ടു. അപ്പം കർഷകൻ ആ വാഴ വിത്ത് എടുത്തുകൊണ്ട് പോയി സ്വന്തം പറമ്പിൽ ചവറെല്ലാം കളഞ്ഞ് വെച്ച് വെള്ളവും വിട്ട് ഒഴിച്ചൊക്കെ അതിനെ വളർത്തി കുറേ നാളായപ്പോൾ നല്ല ശരിക്കും ചട്ടച്ച് വളർന്ന് ഭംഗിയായിട്ട് വലിയൊരു കൊലയുമായിട്ട് കൊഴിച്ചപ്പോൾ ആ രക്ഷിച്ചവനെ, ആ കർഷകനെ ആ കൊല വെട്ടി കർഷകൻ അരിവാളം കൊണ്ടുവന്നപ്പോൾ തല ചായച്ചു കൊടുക്കുന്ന വാഴയെപ്പോലെ നിൽക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ പട്ടക്കല്യാണ പുസ്തകത്തിൽ. അപ്പോൾ എനിക്ക് പൗരോഹിത്യത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുമൊക്കെ നല്ല ബോധത്തോടെയാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. കാര്യം കർത്താവ് രക്ഷകനാണെന്നും അവന് ജീവൻ കൊടുക്കാൻ വേണ്ടി മാത്രം അവൻ പോകുന്നവനാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പൗരോഹിത്യം. അതാണ് ഞാൻ അവളോട് ചോദിച്ചത്, എൻ്റെ പൗരോഹിത്യം നീ വിശ്വസിക്കുന്നുവോ? കർത്താവ് എനിക്ക് തന്ന പൗരോഹിത്യത്തിലാണ്. അത് കർത്താവിൻ്റെ പൗരോഹിത്യമാണ്. ആ ജനങ്ങളുടെ മുറിവുണക്കുന്നതാണ് അറ്റകൈ പ്രയോഗമുള്ളതാണത്. അവസാനം അത് അറ്റകൈ പ്രയോഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തീർന്നു എന്ന് കാണുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, നിങ്ങൾക്കറിയാവല്ല എലീശ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 18-ാം വാക്യം വായിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ശ്രുതിയുടെ മക്കളെ, ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ 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 രണ്ട് രാജാക്കന്മാര് 2:18 ശ്രുതികട്ടെ. ഹല്ലേലൂയ. രണ്ട് രാജാക്കന്മാർ 2:18. എലീശ ജെറിക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു. അവൻ അവരോട് പറഞ്ഞു, പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ? നഗരവാസികൾ എലീശയോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ഇത് കണ്ടില്ലേ മക്കളെ? ജെറിക്കോയാണ് പട്ടണം. ജെറിക്കോയുടെ പട്ടണം ജീവിക്കാൻ കൊള്ളാം, പക്ഷേ എന്താ പറ്റും? വെള്ളത്തിലത് വിഷമാണ്. വെള്ളത്തിൽ വിഷം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, പിന്നെ ജനങ്ങൾ കുടിയൊഴിഞ്ഞ് പോകണം. അപ്പം ജീവിക്കാൻ കൊള്ളാവുന്ന പട്ടണമാണെങ്കിലും വെള്ളമില്ലാത്ത കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ എലീശ അവരോട് പറയണത് എന്താണ്? എലീശ പറയുന്നത് അതായത് ജീവിക്കാൻ കൊള്ളാത്ത നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമുക്ക് ജീവിക്കാൻ പറ്റണില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ പല തിക്കുമുട്ടുകളും പല സമ്മർദ്ദങ്ങളും കാരണം നമുക്ക് ജീവിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള ആസ്തി എന്താണ്? എലീശ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ ഇത്തിരി ഉപ്പ് കൊണ്ടുവരിക. എന്ത് ഉപ്പ് കൊണ്ടുവരിക? എന്താണ് എലീശ പറയണത്? പറഞ്ഞേ, വായിച്ചേ. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് 2 രാജാക്കന്മാർ 2:18, 16, 18, 19, 20. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് എലീശ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ഉപ്പെടുത്തിട്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഇവനെ ശുദ്ധീകരിക്കണത്. അപ്പോഴ് ഈ വിഷമായിരുന്ന വെള്ളത്തിൻ്റെ വിഷം മാറിയിട്ട് അതങ്ങ് മധുരിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ പൗരോഹിത്യം ഇതുപോലെയാണ്. തകർന്നു വരുന്ന മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉപ്പ് കൊടുക്കും, ചിലപ്പോൾ നമുക്ക് ഉടമ്പടി തൈലം കൊടുക്കും. എന്തിനാണ്? ഇത് കർത്താവിൻ്റെ നാമത്തിലാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അത് വിധിപ്രകാരം, അത് ഞാൻ എപ്പോഴും പൗരോഹിത്യ വിധിപ്രകാരം എന്ന് പറയുന്നതിന് കാരണം എല്ലാവർക്കും ഈ പൗരോഹിത്യമുണ്ട്. അതെല്ലാവരും അതുപോലെ ഒന്ന് ഉപയോഗിച്ചാൽ മതി. ആ പൗരോഹിത്യം കൊണ്ട് നമ്മൾ വേറെ എന്തെല്ലാം ചെയ്യണമുണ്ട്, പക്ഷെ അടിസ്ഥാനപരമായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജനങ്ങളുടെ മുറിവ് ഉണക്കുകയാണ്. മുറിവ് വെച്ച് കെട്ടുക, മുറിവ് ഉണക്കുക, തകർന്നു പോയതിനെ കർത്താവിൻ്റെ തിരുസേനയ്ക്ക് തിരിച്ച്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനെ തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ ചട്ടം മുടന്നുകൊള്ളതിനെ ചുമലിലേറ്റുക. ഇങ്ങനെ അടിസ്ഥാനപരമായ ജോലി പൗരോഹിത്യത്തിനുണ്ട്. ആ പൗരോഹിത്യത്തിന് അടിസ്ഥാനപരമായ ജോലി അതുപോലെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ ശുശ്രൂഷകളെ അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത്. കാര്യം അതുകൊണ്ടാണ് അന്ന് പറയണത്, നീ എൻ്റെ പൗരോഹിത്യം വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നെ വിശ്വസിക്കുന്നുണ്ടോ, ഞാനൊരു അത്ഭുത ജീവിയാണെന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ അർത്ഥം. എനിക്ക് പട്ടം തന്ന കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ചോദിക്കണത്. കർത്താവിൻ്റെ പൗരോഹിത്യം നീ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ചോദിക്കണത്. അവൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ രാത്രി മുകളിലത്തെ മുഴയും അരക്കെട്ടിൻ്റെ മുഴയും അപ്രത്യക്ഷമാകും. അതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശക്തി എന്ന് പറയണത്. നിങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയം നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതവും വിശുദ്ധതയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി പുനഃക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള കൊതിയും അതുപോലെ ആർജവത്വം ഉണ്ടായി കഴിയുമ്പോൾ ഉടമ്പടി
ഒന്നല്ല 9 കാര്യം ഉടനെ നടക്കും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസ്തയോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എന്തെങ്കിലും മക്കളെ എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷത്തിൽ എഴുന്നേൽക്കുക. ദിവ്യകാരുണ്യമേ ബലിവേദി. നമുക്ക് നല്ല പാട്ടുപാടി ആരാധനയിലെ ആർമാദിച്ച അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. നമുക്ക് അനാവശ്യമായ ഒരു വേവലാതിയുടെയും ഒരു ആവശ്യമില്ല. നിങ്ങൾ ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഒരു ബന്ധവും സ്വന്തവും ഇല്ലെങ്കിലും കർത്താവ് ആ മനുഷ്യനെ ഒരു ബന്ധമില്ലാത്ത, അതായത് മെജോ ഇവിടെ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയണേ, ഞാനിതെല്ലാം സുഖപ്പെട്ട് മിടുക്കനായി കർത്താവ് എന്നെ
ഉടമ്പടി ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ സന്ദർഭവശാൽ എനിക്ക് വേണ്ടി 10 ലക്ഷം രൂപ എൻ്റെ ആങ്ങളേണെന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത നേഴ്സോട് നിൽപ്പുണ്ടായിരുന്നെന്ന്. അതല്ലേ പ്രശ്നം. അപ്പം ഞാൻ ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചേ. അപ്പോൾ പറഞ്ഞ് മക്കളില്ല, 10 വർഷമായെന്ന്. അപ്പം മെജോ പറഞ്ഞ് എൻ്റെ ഉടമ്പടി നേഴ്സിൻ്റെ കാര്യം കൂടി ഞാൻ എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവർക്കിപ്പോൾ ഒരു കൊച്ചുണ്ട്. അപ്പം നിങ്ങൾ ദൈവ പൈതലാവുക. അപ്പം ദൈവം നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കാവും. നിങ്ങൾ ദൈവ പൈതൽ, അത് തീരുമാനമെടുക്കുക. ഇപ്പം ലോകത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവ പൈതലാകാൻ തീരുമാനമെടുക്കുക. ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കുക, എപ്പോഴും ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി പ്രേക്ഷിത വേല ചെയ്യുക, ദൈവത്തിന് വേണ്ടി ജാതിയും മതവും നോക്കാതെ എല്ലാ സങ്കടക്കാരെയും ചേർത്ത് വെക്കുക. ആ ദൈവത്തിന് വേണ്ടിയാണെന്ന് ഈശോയോട് പറയുക. അങ്ങനെ ആത്മബന്ധത്തിൽ ഈശോയിൽ വളരുക. ശ്രദ്ധിക്കട്ടെ. സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ചലിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നിനും ഒരു കുറവുമില്ല. ഉടമ്പടിയിൽ എന്തും സംഭവിക്കാമെന്ന് മനസ്സിലായില്ലേ? ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഈ ആധുനിക കാലത്തെ കറക്റ്റായിട്ടുള്ള ദൈവജനമാണ് നമ്മൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു, സ്നേഹത്തിൻ്റെ സാക്ഷികളാകുന്നു, ഐക്യത്തോടെ നമ്മൾക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പങ്കുവെക്കുന്നു, സുവിശേഷം വേല ചെയ്യുന്നു, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഉടമ്പടിയിലായി. പിന്നെ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങാം. നമ്മൾ പറയണതൊക്കെ ദൈവം ചെവി തന്ന് കേട്ടുകൊണ്ടിരിക്കും. അതുപോലെ നിവൃത്തിയായിക്കൊണ്ടിരിക്കും. സ്വർഗത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മത്തായി 3:9 നമ്മൾ വായിച്ചു. ഞങ്ങൾക്ക് അവരുണ്ട്, ഇവരുണ്ട്, അതുണ്ട്, ഇതുണ്ട് ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് നമ്മുടെ ഇല്ലായ്മകൾ പറയാനാണ് പരിശുദ്ധ അമ്മ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അല്ല ഉണ്ടെന്ന് പറയാനില്ല. ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടെന്ന് പറയണത് നെഗറ്റീവ് ഇഫക്റ്റും ഇല്ലെന്ന് പറയണത് പോസിറ്റീവ് ഇഫക്റ്റുമാണ്. ഞങ്ങൾക്ക് എബ്രാഹത്തിൻ്റെ സന്തതികൾ, ഞങ്ങൾക്ക് പിതാവ് എബ്രാഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ റിജക്റ്റായപ്പെടുകയും അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഉടമ്പടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അനന്തമായ സാധ്യതകളോടുകൂടി സർവ്വജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ് ഈ അവസാന കാലങ്ങൾ ദൈവൻ ഉടമ്പടിയിലേക്ക് നമ്മളെ കോർത്ത് ഇണക്കുകയും ഐക്യപ്പെടുത്തി നിർത്തുകയും സംരക്ഷണത്തിൻ്റെ വരയും തീർക്കുകയും ചെയ്യുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അലർജി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്ന
ചിലപ്പോൾ ആന്തരികമായ അലർജി എന്താണെന്ന് കണ്ടുപിടിച്ച് കാണത്തില്ല. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. പക്ഷേ 10,000 തരം അലർജികളുണ്ട്. ഇന്ന് വരെ നിൻ്റെ ശരീരത്തിൽ അലർജിയുടെ എന്ത് കണികയാണെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചോ? നിൻ്റെ ശരീരത്തിന് പുറത്തും അകത്തും ഉണ്ടാകുന്ന അലർജി ഇതുവരെ അടയാളപ്പെടുത്താത്തതാണ് എങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ഓൺലൈനിലുള്ളവർ ഇവിടെ ഉള്ളവർ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവ് അത്ഭുതങ്ങളും അടയാളം കാണിക്കും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ എല്ലാത്തരം അലർജികൾ, അജ്ഞാതമായ അലർജി രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ അലർജി രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് സമ്പത്തില്ല, അതുപോലെ തന്നെ നമ്മുടെ പൈസ കുടുങ്ങിപ്പോയി, പലരുടെ കയ്യിലായിപ്പോയി. ഇനി ജോലി കിട്ടിയാലും അതിന് മുടക്കാനും പോകാനും ഒന്നും കാശില്ല, ഒരു ഗതിയും ഇല്ലാതെ ഇരിക്കുന്നു. ഇനി ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ പോലും അത് അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി അഭിഷേകത്തിനായി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ശ്രദ്ധിക്കട്ടെ. ജീവിതത്തിന് വഴി കാണാതെ അലയുന്ന മക്കൾക്ക് പുതിയ വഴികൾ, ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികൾ ഈ ആരാധനയിലും തുറന്നു കൊടുക്കണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പല വിഷയങ്ങൾ കൊണ്ട് ജീവിതം മടുത്തു പോയവരുണ്ട്. ജീവിതം തന്നെയല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെ ആവർത്തിച്ച് പരാജയം സംഭവിച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഒരു യന്ത്രം പോലെ ഇവിടെ വരുന്നു, ഇവിടുന്ന് പോകുന്നു, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യട്ടെ, ഞാൻ തീർന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കൊണ്ട്, ആരെങ്കിലും ഇങ്ങനെ തല്ലിപ്പായിക്കുന്നതുകൊണ്ട് വന്ന് നിൽക്കുന്നു, പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വിശ്വസിക്കാനൊന്നും പറ്റണില്ല, അതിനുള്ള അടയാളം കിട്ടണില്ല. അങ്ങനെ മനസ്സിടിഞ്ഞു പോയ ആൾക്കാരുണ്ട്. ഡിപ്രഷൻ ബാധിച്ച പല കാര്യങ്ങൾ കൊണ്ട് ഡിപ്രഷൻ വന്നവരുണ്ട്. അവരുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മാനസികമായി തളർന്നിരിക്കുന്ന മക്കൾക്ക് ഈ ആരാധനയിൽ ശക്തിപ്പെടുത്തണമേ, വഴി നടക്കണമേ. ചിലപ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഒത്തിരി കൊതിച്ചിട്ട് ഇപ്പോൾ ചിലർക്ക് എൻ്റെ അടുത്ത് ഒരു ലിസ്റ്റ് തരും. അച്ഛാ ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ് അച്ഛാ, എന്നാലും ഞങ്ങൾക്കൊന്ന് കൂടി താമസിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്തെങ്കിലും അമ്മ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഭയങ്കര കൊതിയാണ്. എന്തോ ഒരു പ്രത്യേക കാലത്ത് അവർ പിരിഞ്ഞു പോയതാണ്, ഭാര്യയും ഭർത്താവും. പക്ഷെ ഇപ്പോൾ ചിന്തിച്ചിട്ട് പ്രത്യേകം അങ്ങനെ പിരിയേണ്ട ഒരു കാര്യമായിട്ട് ഉണ്ടായിട്ട് തോന്നണില്ല. ഒന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒത്തില്ല. അങ്ങനെ അബദ്ധങ്ങളെല്ലാം പഴയ കാലങ്ങളിൽ സംഭവിച്ചു പോയി. അത് വേണമെങ്കിൽ ക്ഷമിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ ജീവിതം പോകത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളവരെ ജീവിതം കൈവിട്ടു പോയി അത് തിരിച്ച് പിടിക്കണമെന്ന് ആഗ്രഹമുള്ള പലരുണ്ട്. ചിലപ്പോൾ ഒരു വാക്ക്, ചിലപ്പോൾ ആ പേപ്പർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ജോലി ഇന്നതിനെ കിട്ടിയേരം, അത് സമയത്ത് പിറ്റേ ദിവസമാണ്
അല്ലെ പിറ്റേ ആഴ്ചയിലാണ് പോസ്റ്റ്മാൻ തന്നത്, അല്ലെങ്കിൽ ഞാൻ ഇമെയിൽ കണ്ടത്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് ഇപ്പം തന്നെ അത് ഓർത്ത് ഇപ്പോഴും അത് തന്നെ ഓർത്ത് വേറെ ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കാലം കഴിഞ്ഞു പോയെന്ന് നിരാശപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം, മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ രക്തം പടരട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഓൺലൈനിലുള്ള ശ്രദ്ധിക്കുക, നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ രക്തം പടരുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. ഒത്തിരി പേര് വീടും കൂടുമൊക്കെ ചുറ്റും അതുപോലെ തന്നെ വിറ്റും പണയപ്പെടുത്തിയൊക്കെ മക്കളുടെ ഈ കലാപറിച്ച് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കാരണം മനസ്സോടെ സമ്മതിച്ചൊരു വീടും പണവും മറ്റുള്ളവരെ അംഗങ്ങളെ മറ്റുള്ള മക്കളൊക്കെ വന്ന് കൂടെ ഉണ്ട്, അവർക്ക് കിട്ടേണ്ടത് പോലും കിട്ടാത്ത രീതിയിൽ ആ ശാഠ്യം കാരണം ചില തീരുമാനങ്ങൾ വീട് വിൽപ്പനയെക്കുറിച്ചും അതുപോലെ തന്നെ സ്ഥല വിൽപ്പനയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഒരു മകനും മകൾക്ക് വേണ്ടി കുടുംബം മുഴുവനും ബലിയാകേണ്ട രീതിയിലുള്ള അന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ എടുക്കാതെ നിവൃത്തിയില്ലാത്ത രീതിയിൽ അകപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കന്മാരും വീട്ടുകാരുമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മോഹവലയത്തിൽ അകപ്പെട്ടിട്ട് ജീവിതം നശിച്ചു പോകാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ പോയാൽ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് പൈസ കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട്, പൈസ കൊടുക്കാൻ പോകുന്നവരുണ്ട്. ഇതിൽ തിന്മയുണ്ട്. നിങ്ങൾക്കത് ഗുണം പിടിക്കത്തില്ലെങ്കിൽ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അകപ്പെട്ട ജീവിതങ്ങൾ, മുരടിച്ച ജീവിതങ്ങൾ. ഇപ്പം ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അഭിപ്രായം, നിങ്ങളെ പ്രതീക്ഷകളെ ഇപ്പം ഞാൻ പറഞ്ഞ ലേഡിക്ക് ഗർഭപാത്രം പോലും ഇല്ല, അവൾ ചെറുപ്പക്കാരത്തിയാണ്, എന്നിട്ട് അവർ ദൈവത്തിൽ വിശ്വസിച്ച് സന്തോഷിച്ച് ജീവിക്കുക. അവർ അങ്ങനെ അതായത് എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം പോയാൽ നിങ്ങൾ തീരുമാനിക്കരുത്. ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതം പോകത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിതം പോകത്തില്ല. ദൈവത്തെക്കാൾ നിങ്ങളുടെ ജീവിതത്തെക്കാൾ വലുതാണ് ദൈവം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇന്നലെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു, ഞാനത് ഇട്ടിട്ട് അപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ. സാക്ഷി ഇതാണ്: ഭർത്താവിന് 50 വയസ്സ്, ഭാര്യയ്ക്ക് 43 വയസ്സ്, വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പം ഒരുമാതിരിപ്പെട്ട ചികിത്സകളെല്ലാം കഴിയും. 50 വയസ്സായിട്ട് മക്കളില്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ചികിത്സ അവരെടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്ന് വിചാരിച്ചോ? പക്ഷെ ദൈവം ക്ലോസ് ചെയ്യാത്തടത്തോളം ഒരു ചാപ്റ്ററും ആർക്കും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അവരൊറ്റ ഉടമ്പടി, അവർക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. 50 വയസ്സായ ഭർത്താവിനാണ് കുഞ്ഞ്, അതാ 43 വയസ്സുള്ള ഭാര്യയ്ക്കാണ് കുഞ്ഞെന്ന് പറയണം. അപ്പം നിങ്ങൾ ഒരു ഫയലും മടക്കി വെക്കണ്ട, അമ്മയോട് അത് പറയാൻ പറ്റണ പോലെ വിശ്വാസത്തിൽ, വിശ്വസ്തതയിൽ, പൂർണ്ണ ഹൃദയത്തോടെ ഉടമ്പടി ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണീര് ദൈവത്തിനെ ഏൽപ്പിക്കുക. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങളുടെ ദുരിതങ്ങൾ ഇപ്പം ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടില്ലേ, ഇതെല്ലാം ഈ ആഴ്ചത്തെ സാക്ഷ്യങ്ങളാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന വലിയ ദൈവിക ഇടപെടലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഇങ്ങനെ രുചിച്ച് നോക്കാതെ, കറിക്ക് ഉപ്പ് നോക്കണ പോലെ ഉടമ്പടിക്ക് ഉപ്പ് നോക്കാതെ, മര്യാദക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും അതിൻ്റെ അരുവി മനസ്സിലാക്കിയിട്ട്
ഉടമ്പടിയിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് സമർപ്പിതരാകാൻ വേണ്ടിയും ഉടമ്പടി പ്രകാരം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാകുക. ശ്രുതികടെ ശ്രുതികടെ അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ജോലി, വീട്, വിവാഹം, ജീവിതം, തടസ്സം, കേസ്, ഡൈവേഴ്സ്, വിദേശ ജോലി, നിങ്ങളുടെ രോഗങ്ങൾ, അതുപോലെ കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, വീട് പണി തകിടം മറിഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പണം വേറെ എടുത്ത് ചിലവാക്കിയിട്ട് ഇപ്പോഴേ കടക്കാരായി ഇരിക്കുന്നവരും, പലതരത്തിലും പട്ടിണികൾ പോലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. പിരിഞ്ഞ് താമസിക്കുന്നവരെ, ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിൽ പെട്ടുപോയവർ, മക്കൾ ചീത്ത പ്രണയങ്ങൾ അകപ്പെട്ട് ജീവിതം പോയവർ, മക്കൾ വഴിവിട്ടു പോയവർ ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. വലിയ മാരകമായ വിഷത്തിൽ, അതുപോലെ തന്നെ ശീലത്തിലും കഞ്ചാവ് പോലെയുള്ള പലതരത്തിലുള്ള ദുശീലങ്ങൾ അകപ്പെട്ടു പോയവർ, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ അതിശക്തമായി സ്തുതിച്ചാൽ മതി. പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്കും ഈ ആൾക്കാർക്കൊരു സാക്ഷ്യം പറയാൻ പറ്റുന്നൊരു ദിവസമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ് നിന്റെ വിശുദ്ധ ദേവരത്താൽ, വിശുദ്ധ രക്തത്താൽ ഓരോ മകനെയും മകളെയും തളിക്കണമേ. ജപ്തി നടപടികൾ, കർത്താവ് വിൽക്കാനുള്ള സ്ഥലങ്ങൾ, വിൽപ്പനയ്ക്ക് ദോഷമുള്ളവർ, കർത്താവ് വാങ്ങാൻ ആളില്ലാത്തവർ, വാടക കയറിയിട്ട് കർത്താവ് വാടക ഒഴിയാത്തവർ, കർത്താവ് അങ്ങനെ പലതര വിഷയങ്ങളിൽ വിദ്യാഭ്യാസ ജോലി നഷ്ടപ്പെട്ടവർ, വേദത്തിൽ കിട്ടാതെ അവിടെ വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, അകപ്പെട്ടു പോയവർ, ജയിലിലായിരിക്കുന്നവർ, കർത്താവ് ഇങ്ങനെ ഓരോവിധ വിവാഹ ദോഷങ്ങളുള്ളവർ, മക്കളില്ലാത്തവർ, കർത്താവ് വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിച്ചിട്ട് കർത്താവെ മനസ്സിടിഞ്ഞു പോയവർ, ജീവിതം മുരടിച്ചവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത എല്ലാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. തടസ്സങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശ്വരന്റെ നാമം രാവിലയിലൂടെ മഹത്വപ്പെടുത്തണമേ. മക്കളെ മുട്ടി നിൽക്കുക. അച്ഛൻ വിട്ടുപോയ നിങ്ങളുടെ സ്വകാര്യമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക.
സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസ്തയോടെ ഇതിൻ്റെ മുമ്പിൽ വ്യാപരിക്കാനുള്ള കൃപ മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,